വാർത്തകൾ തുടർന്നു. കെ.പി. ഉമ്മറിന്റെ ചരമവാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ടൗൺ ഹാളിൽ നടന്ന പരിപാടി മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ. ബൈജുനാഥ് ഉദ്ഘാടനം ചെയ്തു. നടൻ കെ.പി. ഉമ്മറിന്റെ 24ാം ചരമവാർഷിക ദിനം യുവതരംഗവും വാർമുകിലും സംയുക്തമായി വിവിധ പരിപാടികളോടെ ആചരിച്ചു. ടൗൺ ഹാളിൽ നടന്ന നീലനിശീധിനി പ്രോഗ്രാം മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ. ബൈജുനാഥ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കോഴിക്കോട്ടുകാരെ കുറേ കാലമായി ഇത്ര നല്ല ഒത്തുചേരൽ കണ്ടിട്ട്, അത് കലയാണ്, സംഗീതമാണ് നിങ്ങളെ ഇവിടെ കൂട്ടി ഇണക്കിയത്. തീർച്ചയായും സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് നമ്മൾ. മുഹമ്മദ് റഫീ, കിഷോർ കുമാറിനെയും അങ്ങനെ ഒരുപാട് ആളുകളെ, ഒരുപാട് ഗായകന്മാരെ നമ്മൾ ആദരിക്കുന്ന, സ്നേഹിക്കുന്ന ആളുകളാണ് നമ്മൾ കോഴിക്കോട്ടുകാർ. സംഗീതം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വല്ലാത്തൊരു ഹരമാണ്. അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട്ടുകാർ ഞാൻ നല്ല മനുഷ്യരാണെന്ന് പറയാൻ കാരണം. അത് സംഗീതം നല്ല മനുഷ്യരെ ഉള്ള നല്ല മനുഷ്യരുടെ ഹൃദയത്തിൽ മാത്രമാണ് സംഗീതം എന്നത്. സംഗീതം എന്നത് ആത്മാവിൻ്റെ ഭാഷയാണ് എന്നാണ് പറയുന്നത്. സംഗീതം എന്നത് ഈശ്വരനുമായി ഏറ്റവും എളുപ്പത്തിൽ കൂട്ടുകൂടാനും സംവദിക്കാനും പറ്റുന്ന എളുപ്പമാർഗമാണ് സംഗീതമെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ പ്രകൃതിയുമായി, ഈശ്വരനുമായി സംവദിക്കാൻ കെൽപ്പുള്ള ഹൃദയമുള്ള നല്ല മനുഷ്യരാണ്. അനുസ്മരണ സമിതി ചെയർമാൻ എ.വി. റഷീദ് അലി അധ്യക്ഷത വഹിച്ചു. നന്മ സംസ്ഥാന പ്രസിഡന്റ് വിൽസൺ സാമുവൽ കെ.പി. ഉമ്മർ അനുസ്മരണം നടത്തി. ജനറൽ കൺവീനർ ബി.വി. മുഹമ്മദ് അഷ്റഫ് സ്വാഗതവും രേഖ അജിത് നന്ദിയും പറഞ്ഞു. കെ.പി. മുഹമ്മദ് അസ്ലം, ശരത് കുമാർ, സി.ടി. ഇമ്പിച്ചിക്കോയ, പി.കെ.എം. ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. പി.എ. ബക്കർ ഫിലിം സൊസൈറ്റി കണ്ണൂർ നടത്തിയ നാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിൽ മികച്ച ഹ്രസ്വ ചിത്രത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ റംബുട്ടാന്റെ കഥാകൃത്ത് റസാഖ് കിനാശ്ശേരിയെ ആദരിച്ചു. മെന്റലിസ്റ്റ് താഹിർ അലിയുടെ മൈൻഡ് ആൻഡ് മ്യൂസിക് മെന്റലിസം പരിപാടിയും കെ.പി. ഉമ്മർ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ച ഗാനമേളയും അരങ്ങേറി. ACV ന്യൂസ്, കോഴിക്കോട്.